എല്ലാം ഓക്കെ അല്ലേ? അലങ്കാരങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായി. ഇനിയിപ്പോ ആ ബോർഡ് കൂടി എടുത്ത് വെച്ചാ മതി. അല്ല, ആ ബോർഡ് റെഡിയാണോ? എപ്പോഴേ റെഡി. സമയമാകുമ്പോ ഒന്ന് എടുത്തു വെച്ചാൽ മാത്രം മതി. ആ, എങ്ങനെയുണ്ട് ചേച്ചി നമ്മുടെ ഡെക്കറേഷൻ? ചോദിക്കാനുണ്ടോ? പൊളിയല്ലേ? എന്നെ നിങ്ങളെല്ലാരോടും നാണം കെടുത്തോ? ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ. അതെ, ഇതിൽ ഒരു നാണക്കേടും ഇല്ല. കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ചേച്ചി സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് ചിലർക്കെങ്കിലും ഒരു വിചാരമുണ്ട്. നമ്മളിവിടെ ആഘോഷിക്കുകയാണെന്ന് എല്ലാരും അറിയട്ടെ. എന്നാലും ഇതിത്തിരി ആഡംബരമായി പോയില്ലേന്നൊരു സംശയം. അതിനൊരു കുഴപ്പമില്ല അമൃതേച്ചി. കുഴപ്പമില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ കാണിച്ചത് വലിയ കുഴപ്പാ. എന്തായാലും നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് കാണിച്ചത് വലിയ ചതിയായി പോയി. അമൃത മോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്ര ഡിഷ് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നില്ലേ? വല്ല കാറ്ററിംഗുകാരനും കൊടുത്ത് വെറുതെ കാശ് കളയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്ത സാധനമൊന്നും അല്ല. ഇവിടുത്തെ പരിപാടിക്ക് പുറത്തുനിന്ന് ബുക്കിംഗ് എടുത്തത് കഷ്ടായി പോയി. ഈ ചേട്ടത്തിയോട് നിങ്ങൾക്ക് ഇത്രയും സ്നേഹമുള്ളൂ അല്ലേ? ആ ബുക്കിംഗ് ഞങ്ങൾ വേറെ ആർക്കും അല്ലല്ലോ കൊടുത്തത്, അഭേട്ടനല്ലേ. അഭേട്ടൻ അന്യനൊന്നും അല്ലല്ലോ. എന്നാലും എന്റെ അമൃതമോളുടെ ബർത്ത്ഡേക്ക് ഞാൻ എന്റെ മനസ്സിൽ ഒരുപാട് സ്പെഷ്യൽ ഡിഷസുകൾ ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം വേസ്റ്റ് ആകുമല്ലോ എന്റെ പൊന്നു കർത്താവേ. ചേട്ടത്തി മനസ്സിൽ മാത്രം തയ്യാറാക്കിയതൊക്കെ എങ്ങനെ വേസ്റ്റ് ആവും? എന്നാലും എനിക്കത് സഹിക്കാൻ വയ്യ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രശസ്തമായ പഞ്ചരക്തത്തിലെ ഒരു ആഘോഷത്തിന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്ന നാണക്കേട് എനിക്ക് താങ്ങാൻ വയ്യ. എന്റെ ഹൃദയം പൊട്ടിപ്പോകും. അയ്യോ, ഹൃദയം പൊട്ടിക്കണ്ട. സിസിലേച്ചി അടുക്കളക്കകത്ത് സ്റ്റോർ റൂമിൽ കയറി കഥ അടിച്ചിരുന്നു. കളിയാക്കുവാണോ? നോക്കിക്കോ, ചടങ്ങ് നടക്കുമ്പോ ഞാൻ ഈ പഞ്ചരക്തത്തിൽ പോയിട്ട് ഈ പഞ്ചായത്ത് പോലും ഉണ്ടാവില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവാ. അയ്യോ, അങ്ങനെ പോലെ എന്താ? എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ സിസിലിയടുത്ത് ഇവിടെ വേണം. മോളുടെ പിറന്നാൾ കണ്ണും നടച്ചാൽ എന്റെ വീട്ടിലിരുന്ന് എനിക്ക് കാണാൻ പറ്റും. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മനപ്പായസം ഉണ്ടോളാം മോളെ. സിസ്ലി എടുത്തി കാര്യമായിട്ടാന്ന് തോന്നുന്നു. പൊയ്ക്കളയോ? ചേട്ടത്തിയുടെ സ്വഭാവം വെച്ച് ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും നിൽക്കൂല. പൊയ്ക്കോട്ടെ. ഈ ചൂടാറുമ്പോ പിന്നെ പറഞ്ഞ് സോൾവ് ചെയ്യാം. നീയൊക്കെ ഇതുവരെ കണ്ടത് ഈ സിസിലിയുടെ കോമാളി രൂപം. ഇനി കാണാൻ പോകുന്നത് ഈ സിസിലിയുടെ വിശ്വരൂപം. കൊള്ളാലോ. നിനക്കുള്ളതാ. ആഹാ. അല്ല, അപ്പൊ അവർക്കുള്ളതോ? എല്ലാവർക്കും ഉണ്ട്. അമൃതേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് നമുക്ക് എല്ലാവർക്കും ഇടാനുള്ള ഡ്രസ് റെഡിയാ. ഇത് അമൃതേച്ചി വാങ്ങിയതാണോ? അല്ല, കലേമ വാങ്ങി തന്നത്. അല്ല, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? നിങ്ങൾ 3 പേരും കൂടി ട്രെയിനിങ് ക്യാമ്പിന് പൊന്മുടിയിൽ പോയില്ലേ? അന്നാ കലേമ ഡ്രസ്സും വാങ്ങി വന്നത്. എന്തായാലും എനിക്കിഷ്ടായി. നല്ല സെലക്ഷൻ. ആ, അതൊക്കെ പോട്ടെ. ട്രെയിനിങ്ങിന് പോയ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഈശ്വര, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ചേച്ചിയോട് പറയും? ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ നീ? ജീവൻ തോമസ് സാറിന്റെ ട്രെയിനിങ് ക്യാമ്പ് എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ സൂപ്പർ ആയിരുന്നു. എന്ന് പറ, ഞാനൊന്ന് കേക്കട്ടെ. ക്യാമ്പിന്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആദ്യം ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. ഞാനേ ഇപ്പൊ വരാവേ. നീ ഒന്ന് നിന്നെ. ക്യാമ്പിലെ വിശേഷങ്ങൾ ചോദിക്കുമ്പോ ആരാധ്യയും ആതിരയും ഇതേ മറുപടി തന്നെയാണല്ലോ പറയുന്നത്. സാധാരണ എവിടെയെങ്കിലും പോയിട്ട് വന്നാ ആതിരയും ആരാധ്യയും അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മുടെ സ്വൈര്യം കളയും. പക്ഷേ ഇത്തവണ മാത്രം എന്താണെന്ന് അറിയില്ല. രണ്ടെണ്ണവും കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പൊ നിന്നോട് ചോദിക്കുമ്പോ നീ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ പൊന്മുടി യാത്രയില്
എന്തോ ഒരു കള്ളത്തരമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. എന്ത് കള്ളത്തരം? ജീവൻ തോമസ് സാറേ അവളുമാരെ നല്ല വൃത്തിയായി ട്രെയിൻ ചെയ്യിച്ചു. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി ഒരുപാട് ടിപ്സ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, വൈകിട്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് സാറ് പറയുന്ന കുറെ പോലീസ് കഥകളുണ്ടല്ലോ. ഓ, ഒന്നും പറയണ്ട. അതൊക്കെ കേട്ടാ നമുക്കുണ്ടല്ലോ ദേ രോമാഞ്ചം വരും. ബാക്കിയൊക്കെ പിന്നെ പറയാവേ. നിക്കടി, ചോദിക്കട്ടെ. ഈ ജീവൻ തോമസ് സാർ ആളെങ്ങനെയാ? ഭയങ്കര ഗൗരവക്കാരനായിരിക്കും അല്ലേ? ആര് പറഞ്ഞു? ഒരു ഗൗരവവും ഇല്ല. അദ്ദേഹം ഇല്ലേ ഭയങ്കര തമാശക്കാരനാ ചേച്ചി. സത്യം പറഞ്ഞ ഒരു കോമഡി പീസാ. കേട്ടിടത്തോളം ഈ ജീവൻ തോമസ് സാർ ഒരു പുലിയാ അല്ലേ? പുലിയല്ലേ ചേച്ചി, അങ്ങനെ പുപ്പുലിയാ. എന്താടി, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പിന്നെന്താ എന്നിട്ട് മുഖത്തൊരു പേടി പോലെ? ഈ ചേച്ചിക്ക് ഇതെന്താ? എനിക്കെന്ത് പേടി? ആര് പേടി? അനക്കേ, ഒന്നിങ്ങി വന്നേ. ദാ വരുന്നു. ആ വേഗം വാ. ഈ അമൃതിച്ചിട്ടൊരു കാര്യം. ഹലോ, പേടിച്ചുപോയോ? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? താൻ എന്തിനാ ഇവിടെ വന്നേ? തനിക്ക് കിട്ടിയതൊന്നും പോരെ? അങ്ങനെ കിട്ടിയത് വാങ്ങിച്ചോണ്ട് വാലും ചുരുട്ടി പോവാനേ ഈ പുരുഷോത്തമനെ കിട്ടില്ല. കൊണ്ടും കൊടുത്തും തന്നെയാ ഞാൻ ഇത്ര വരെ എത്തിയത്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടണോ? അതോ താൻ മര്യാദക്ക് ഇവിടെ നിന്ന് പോകുന്നോ? വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ മോളെ. എടുത്തു ചാടി അങ്ങനെയൊക്കെ ചെയ്താ വലിയ നഷ്ടം വരാൻ പോകുന്നതേ നിങ്ങൾക്ക് തന്നെയാ. പൊന്മുടിയിൽ നടന്ന കാര്യങ്ങളൊന്നും നീയും നിന്റെ അനിയത്തിമാരും ഇവിടെ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഒച്ച വെച്ച ആളെ കൂട്ടിയാ എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും. നിങ്ങൾക്ക് പോലും തിരിച്ചറിവില്ലാത്ത സത്യങ്ങൾ. എന്ത് സത്യങ്ങൾ? മയക്കുമരുന്ന് മണപ്പിച്ച് ബോധം കെടുത്തിയ ശേഷം നിനക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഒരു പെണ്ണും ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതൊക്കെ വിശദമായിട്ട് പറയാം. തൽക്കാലം ഞാൻ പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും കാണും. നീ ഇറങ്ങി അങ്ങോട്ട് വാ. എനിക്ക് നിന്നോട് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. നീ വരും, അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ ചെറുതായിരിക്കില്ല. ഒന്ന് ആലോചിച്ചാ അത് നിനക്ക് മനസ്സിലാവും. അതിനുള്ള ബുദ്ധിയൊക്കെ നിനക്കുണ്ടെന്ന് എനിക്കറിയാം. വന്നേക്കണം, വൈകരുത്. അഖിലേ, എന്താ അഖിലേ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ആരെങ്കിലും ഇവിടെ വന്നോ? ആര് വരാൻ? ഈ ചേച്ചിക്ക് വട്ടാണോ? ആ അല്ല, ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ. ചേച്ചി എന്താ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്? ആ, അതിട്ടോണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ നിന്നാലേ ആകെ മുഷിയും. ഫംഗ്ഷന് മുൻപ് ഇടുന്നതാ ബുദ്ധി. നീയേ അവിടെ ഇവിടെയും കറങ്ങി നിൽക്കാതെ വാ.
നീ ഒറ്റയ്ക്കാണോ വന്നത്? ആ ഇരട്ടകളവിടെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് എന്നോട് പറഞ്ഞാ മതി. അത് നീയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മറന്നില്ലല്ലോ. നിന്റെയൊക്കെ റിമോട്ട് കൺട്രോള് ഇപ്പൊ എന്റെ കയ്യിലാ. നീ അവരെ കൂടെ ഇങ്ങോട്ട് വിളിക്ക്. പ്രേതമായി വേഷം കെട്ടി എന്നെ പേടിപ്പിച്ചതല്ലേ ഇരട്ടകളായ ആ പരട്ടകള്. അവർക്കും നിനക്കുമുള്ള 8ന്റെ പണിയുമായിട്ടാ ഈ പുരുഷോത്തമൻ വന്നിരിക്കുന്നത്. ദേ, പൊന്മുടി വെച്ച് നടന്ന സംഭവങ്ങൾ ഞങ്ങൾ വീട്ടിൽ പറയാതിരുന്നതും പോലീസ് കേസ് ആക്കാതിരുന്നതുവേ നാണക്കേടോർത്ത് മാത്രമാ. അത് തിരുത്താൻ ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പുരുഷോത്തമ. ഒരുപാടങ്ങ് കളിച്ച അഴിയെണ്ണ നിങ്ങള്. എന്റെ ചേച്ചിമാരെ വിളിച്ച് നടന്ന കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ തന്നെ പറഞ്ഞ് നിനക്ക് 4 അടിയും തന്ന് നിന്റെ മുട്ടുകാലിൽ തല്ലിയൊടിച്ച് പറഞ്ഞു വിടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ പരട്ടകളൊന്ന് വിളിച്ച് ആക്ഷേപിച്ച എന്റെ അനിയത്തിമാരില്ലേ, അവരെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. അവരുടെ ഒരു കൈവാക്കിനില്ല നീ, അതോർത്തോ. പിന്നെ അവളുമാരെന്നെ മൂക്കിക്കൂടെ അങ്ങ് വലിച്ചു കയറ്റും. ദേ, വലിയ അഭ്യാസം കാണിക്കാതെ തടി കേടാവുന്നതിന് മുമ്പ് സ്ഥലം വിടാൻ നോക്ക്. അതാ നിങ്ങക്ക് നല്ലത്. നിക്ക്, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. നിന്റെ കവലപ്രസംഗം തീർന്നെങ്കിൽ ഇനി എനിക്ക് പറയാനുള്ളത് പറയാം. അതുകൂടെ കേട്ടിട്ട് നീ പോയാ മതി. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് എന്റെ പൊന്നുമോള് ഞെട്ടരുത്. പൊന്മുടിയിലെ പൊന്നമ്പിളിയുടെ ഹോം സ്റ്റേയെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. അവിടുത്തെ എല്ലാ മുറികളിലും രഹസ്യ ക്യാമറകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ താമസിച്ച മുറിയിലെ ക്യാമറയിൽ പതിഞ്ഞ എല്ലാ വിഷ്വലുകളും ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിന്റെ അനുജത്തിമാരായ ഇരട്ടകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ. അതെല്ലാം ദേ ഈ മൊബൈൽ ഫോണിലുണ്ട്. മോൾക്ക് കാണണോ? ഞാനിതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി ചെറുതായിട്ടൊന്ന് പ്രചരിപ്പിക്കട്ടെ. വേണ്ട, പ്ലീസ്, ഒരിക്കലും അത് ചെയ്യരുത്. എന്റെ അനിയത്തിമാരുടെ ജീവിതം നശിപ്പിക്കരുത്. കുറച്ചു മുമ്പ് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. കരാട്ടക്കാരികളായി ഇരട്ടളെ വെച്ച് എന്നെ ഇടിക്കുമെന്നോ അടിക്കുമെന്നോ വലിച്ചു മുക്കിക്കറ്റുകളോ എന്നൊക്കെ അല്ലേ. ഞാനിപ്പോ എന്താ വേണ്ടത്? അങ്ങനെ വഴിക്ക് വാ. ഇനി ഞാൻ പറയാം. എനിക്ക് നിന്റെ മുന്നിൽ വെക്കാൻ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഇരു ചെവി അറിയാതെ നീ അനിയത്തിമാരെയും കൂട്ടി എന്റെ കൂടെ വരണം. ഒന്നോ രണ്ടോ മണിക്കൂറത്തേക്ക് മതിയെന്നേ, ആരും അറിയില്ല. ഒത്തിരി അങ്ങ് ആഗ്രഹിച്ചു പോയി, അതുകൊണ്ടാ. ദൈവത്തെ ഓർത്ത് ദ്രോഹിക്കരുത്. ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നശിപ്പിക്കരുത്. നിന്നെയും നിന്റെ ചേച്ചി അമൃതയും കെട്ടാൻ പോകുന്ന 2 പെങ്കോന്തന്മാര് വന്ന് എന്നെ കോമാളിയാക്കി തള്ളിയതല്ലേ, അതിനുള്ള പ്രതികാരമാണിതെന്ന് കൂട്ടിക്കോ. ഇത്രയെങ്കിലും ചെയ്യാതെ പോയാലേ ഈ പുരുഷോത്തമൻ ഒരു പുരുഷനല്ലാതായിപ്പോ. ഞാൻ 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നീയും നിന്റെ ഇരട്ടകളായ അനുയോത്തിമാരും പോകാൻ റെഡിയായി ഇറങ്ങണം. എന്നിട്ട് എന്നെ വിളിക്കണം. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. കാറുമായി ഞാൻ എത്തിക്കോളാം. ഇല്ല, പ്ലീസ്, ഞങ്ങളെ ദ്രോഹിക്കരുത്. ഞങ്ങൾ വരില്ല. വന്നില്ലെങ്കിലേ ദേ ഇത് മറക്കണ്ട, മനസ്സിലായല്ലോ? പേടിക്കണ്ട. നിങ്ങളുടെ ചേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് സേഫായി ഞാൻ നിങ്ങളെ തിരിച്ചെത്തിച്ചോളാം. പോരെ?
ഹലോ അഖില. ആകാശേട്ടാ, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താടി, എന്തു പറ്റി? ഒരു കൂട്ടാത്മഹത്യയുടെ വക്കില്ല ഞങ്ങള്. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടാതെ. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ മാത്രം അയാളുടെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങൾ താമസിച്ച മുറിയിലെ ക്യാമറയിൽ പതിഞ്ഞ എല്ലാ വിഷ്വൽസും ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിന്റെ അനുജത്തിമാരായ ഇരട്ടകൾ വസ്ത്രം മാറുന്നതിന്റെ ദൃശ്യങ്ങൾ. ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഒരു ഫ്രോഡ് എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ച് ഇങ്ങനെയൊക്കെ പേടിക്കേണ്ട കാര്യം എന്താ? അത് പിന്നെ ഇത് നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല ആകാശേട്ടാ. എന്റെ കൈയും കാലും വിറയ്ക്കുവോ. എവിടെ പോയി നിന്റെ ധൈര്യമൊക്കെ? എടി, ഇങ്ങനെ തളരാനും വേണ്ടി ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. നിനക്കിപ്പൊ തന്നെ അമൃതേച്ചിയോട് പറഞ്ഞ് ആ ഫ്രോഡിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നില്ലേ? എന്റെ ഈശ്വര, ആരാധ്യ ആതിരയും ഡ്രസ്സ് മാറുന്ന വീഡിയോ അയാളുടെ കയ്യിലുണ്ട് ആകാശേട്ടാ. ഞാനിതെങ്ങനെ പറയും? ശരി, നീ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാനിപ്പോ വരാം അങ്ങോട്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്താ ഞങ്ങളോട് പറയാതിരുന്നേ? അത് പിന്നെ ചേച്ചി, ഇനി നീ ഒന്നും പറയണ്ട. അമൃതേച്ചിക്കും എനിക്കും സമയവും സൗകര്യവും ഇല്ലാത്തോണ്ടാ അവർക്ക് കൂട്ടായിട്ട് നിന്നെ വിട്ടത്. ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഹലോ ഹലോ അഖില. ആ ഫ്രോഡിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. അത് ഞാൻ ചെയ്തോളാം. അയ്യോ ചേച്ചി, എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിന്റെ പിന്നിലുണ്ട്. എന്ത് കോംപ്ലിക്കേഷൻ? അത് പിന്നെ ചേച്ചി, നേരത്തെ ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്തിനാ ഈ പേടിക്കുന്നേ? സത്യം പറ, എന്താ നീ എന്നോട് മറച്ചു വെക്കുന്നേ? അനുഗേച്ചി, അയാള് നമ്മൾ താമസിച്ചിരുന്ന റൂമിലുണ്ടായിരുന്ന ഒളി ക്യാമറയിലൂടെ ഞങ്ങൾ ഡ്രസ്സ് മാറുന്നത് പകർത്തി. അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു പറഞ്ഞ അയാളിപ്പോ ഭീഷണിപ്പെടുത്തുന്നേ. ഇതെനിക്ക് ആകാശേട്ടനോട് പറയാൻ പറ്റുമോ? ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ അമൃതേച്ചി അറിഞ്ഞ എന്താകുമെന്ന് എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാളുടെ കയ്യിൽ നിന്നും ആ വീഡിയോ എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.